കൊല്ലത്ത് യുവതിയെയും 2 മക്കളെയും കാണാതായിട്ട് 5 ദിവസം പിന്നിടുകയാണ്. പുന്തലത്താഴം സ്വദേശി രമ്യ സോമൻ, 12 വയസ്സുള്ള മകൻ, 3.5 വയസ്സുകാരി മകൾ എന്നിവരെയാണ് ശനിയാഴ്ച രാവിലെ മുതൽ കാണാതായത്. വീട്ടിൽ നിന്ന് കാറുമായി കടവൂർ ക്ഷേത്രത്തിലേക്ക് പോയവർ മടങ്ങിയെത്തിയില്ല. ബന്ധുക്കളുടെ പരാതിയിൽ ഇരവിപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 35 വയസ്സുള്ള ഒരു വീട്ടമ്മയെയും അവരുടെ 2 മക്കളെയും കാണാതായിട്ട് 5 ദിവസം പിന്നിടുകയാണ്. പോലീസ് ഇപ്പോൾ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. കാര്യം അവർ 18-ാം തീയതി രാവിലെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വീട്ടിൽ നിന്ന് കടവൂർ അമ്പലത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സ്വന്തമായി കാറുണ്ട്. കാർ ഓടിച്ചാണ് രമ്യ സോമനും അവരുടെ മക്കളും ഈ ക്ഷേത്രത്തിലേക്ക് പോയത്. ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട്. പിന്നീട് ഈ ക്ഷേത്രത്തിൽ പോയിട്ട് വരാത്തതിനെ തുടർന്ന് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ആ സമയത്ത് ഫോൺ നിശ്ചലമായിരുന്നു. പിന്നീട് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തി. ഇരവിപുരം പോലീസിൽ പരാതി നൽകി. ഇരവിപുരം പോലീസ് പരിശോധിച്ചപ്പോൾ കടവൂർ മേഖലയിൽ വെച്ചാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയത്. പിന്നീട് എങ്ങോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പലതരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അവസാനം തെന്മല വഴി ഈ കാറ് കടന്നു പോകുന്നതിനെ കുറിച്ചുള്ള ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. അതിനുശേഷം ബാക്കിയുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. 5 ദിവസമായി ഇവരെ കാണാതായിട്ട്. ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളുമായി ഇവർ എവിടേക്ക് പോയി എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് ആദ്യം പോലീസ് പരിശോധിച്ചത്. എന്നാൽ സാമ്പത്തികമായി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള കുടുംബമല്ല. ഇവരുടെ ഭർത്താവ് വിദേശത്താണ്. ഈ രമ്യയുടെ അച്ഛനും അമ്മയും വിദേശത്താണ്. ഇവരുടെ സ്വന്തമായിട്ടുള്ള വീടിന് തൊട്ട് സമീപത്ത് തന്നെയാണ് ഭർത്താവിൻ്റെ അച്ഛനും അമ്മയൊക്കെ തന്നെ താമസിക്കുന്നത്. വലിയ നല്ല രീതിയിലുള്ള വീടും കെട്ടിടങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. കാർ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. സാമ്പത്തികമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു കുടുംബമാണ്. മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ഈ ഓൺലൈൻ ഗെയിമോ അങ്ങനെ വല്ലതും ആണോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. വിശദമായിട്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടത്തുന്നത്. എന്നിട്ടും ഇതുവരെ അവരെ കണ്ടെത്താനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോയിട്ടുള്ളത് 2 കുഞ്ഞുങ്ങളാണ്. പിഞ്ചു കുഞ്ഞുങ്ങളും ഒരു യുവതിയുമാണ്. ഏതെങ്കിലും തരത്തിൽ മറ്റ് അത്യാഹിതമോ മറ്റോ കാര്യങ്ങളോ സംഭവിക്കുമോ എന്നുള്ള ആശങ്ക ബന്ധുക്കൾക്കുണ്ട്. അടിയന്തരമായി അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്തണം എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. തമിഴ്നാട് മേഖലയിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസുമായി ചേർന്നുള്ള അന്വേഷണം നടത്താൻ കൂടി ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ കേരള പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും അവരെ കണ്ടെത്തണം എന്നുള്ളൊരു ആവശ്യം നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ ശക്തമായി ഉന്നയിക്കുകയാണ്. ഇരവിപുരം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്.